ഇതെന്താ ഇത്? പഠിക്കാനൊന്നുമില്ലേ? ഞാനെല്ലാം ചെയ്തു തീർത്തു അച്ഛാ. ഹോംവർക്ക് ചെയ്തു തീർത്തു, പഠിക്കാനുള്ളത് പഠിച്ചു, നാളെ കൊണ്ടുപോകാനുള്ള ബുക്സ് ഒക്കെ എടുത്തു വെച്ചു. ആഹാ, നല്ല കുട്ടി. എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങ് ചെയ്തൂടെ? നീ ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ? അപ്പുറത്തെ വീട്ടിലെ ട്രീസ് ആൻഡി ഇല്ലേ, ട്രീസ് ആൻഡിയുടെ കയ്യിലിരുന്നതാ ഈ മാഗസിൻ. ഇതിന്റെ കവർ നോക്കിയേ, എന്ത് രസാ കാണാന്നറിയോ. എനിക്കിഷ്ടായി. അതെന്താ ഇത്ര വിശേഷിച്ച് കാണാനുള്ളത്? അച്ഛനൊന്ന് നോക്ക്. ഇങ്ങനെ ഭംഗിയാണല്ലേ അച്ഛാ ആന്റിയെ കാണാൻ. എന്തൊരു നല്ല കണ്ണാ. ഈ ആന്റീനെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. അച്ഛനറിയോ? എന്തറിയോന്ന്? എനിക്ക് ഇവരെയൊക്കെ നോക്കി നടക്കലാണോ ജോലി? അച്ഛനെന്നാ ദേഷ്യപ്പെടുന്നേ? അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിങ്ങ് തന്നേക്ക്. ഇനി അവര് തന്നു ഇവര് തന്നു എന്ന് പറഞ്ഞ് ഇതുപോലുള്ള മാഗസീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലുണ്ടല്ലോ, ആടിച്ച് ഞാൻ പുറം പൊളിക്കും. ചെന്നിരുന്ന് പുസ്തകം എടുത്ത് വെച്ച് പഠിക്കണി. പറഞ്ഞു കേട്ടില്ലേ? ഈ അച്ഛനിതെന്താ? നിങ്ങൾ കെട്ടുന്ന ഈ താലി എനിക്കൊരു ഭാരം. ഒരിക്കലും നിങ്ങൾ ഞാൻ എന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല. നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ഈ കുഞ്ഞ് ജനിച്ചയുടൻ എനിക്ക് ഡിവോഴ്സ് തരാന്നുള്ള എഗ്രിമെന്റ്. ഒന്നുകിൽ ഇതിൽ ഒപ്പിടാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയില്ലാതെ ചടങ്ങ് നടത്താം. എനിക്ക് എന്തായാലും മാറ്റമില്ല. മക്കളെ, എന്താടാ എന്തിനാ ഈ ബഹളം? മോൾ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാ അത് എന്താണെന്ന് വാങ്ങിച്ചു നോക്കാനുള്ള ഉത്തരവാദിത്വം അമ്മാവനില്ലേ? നീ എന്തിന്റെ കാര്യം ഈ പറയുന്നേ? മോളുടെ കയ്യിലുള്ള പുസ്തകമാണെങ്കിൽ അത് ആ ട്രീസ കൊടുത്തതാ. അങ്ങനെ ആര് കൊടുക്കുന്ന ഒരു സാധനവും അവൾ ഇവിടേക്ക് കൊണ്ടുവരണ്ട. ഓ, ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായ നിന്റെ സ്വഭാവം മാറും. പറഞ്ഞ മനസ്സിലായോ? ഇവനെന്താ മെന്റലായ? മൂക്കാകെ നാശമാക്കിയല്ലോ.
എടി. ഇല്ലടി, നാളെ നിന്റെ കഴുത്തിലെ താലി വീണാലേ ചതിക്കപ്പെടാൻ പോകുന്നത് എന്റെ കൂട്ടുകാരനാ. മിണ്ടാതെ മാറിയൊക്കെ നടക്കുന്ന എന്റെ മുഖത്ത് നോക്കി നിനക്ക് എന്ത് പറ്റിയടാന്ന് അമ്മാവൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എന്റെ അമ്മാവന്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് നിൽക്കാൻ എനിക്കാവില്ല. ഏതോ ഒരുത്തനെ വീട്ടിൽ വിളിച്ച് കയറ്റി അവനിൽ നിന്ന് ഗർഭിണിയായവളാണ് നീയെന്ന് എല്ലാവരും അറിയിട്ടില്ല. എന്റെ ജീവിതത്തിലെ വെളിച്ചം കെടുത്തിയിട്ട് ഇവിടെ വേറെ ആരും സന്തോഷിക്കണ്ട. ഹലോ, സാറാമോളെ, ശിവാനന്ദനാ. എന്താ അങ്കിൾ വിശേഷം? വിശേഷമുണ്ട്. ഞാനിന്ന് ജീവനെ കണ്ടിരുന്നു. അങ്കിൾ, സത്യം പറ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിത്യച്ച് എവിടെ? എവിടെയാണ് നീ അവരെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? എനിക്കൊന്നും ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് അത് അവൻ്റെ അടവാ. പക്ഷേ അവനെ ഞാനും സുധിയും തേടി പിടിക്കും. നിത്യയും സുജാതയൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ട് മോളെ, അതെനിക്ക് ഉറപ്പാ. അങ്കിൾ, നമ്മുടെ തെരച്ചിലിന് ഒരു ഫലം കണ്ടത് നല്ല കാര്യമാണ്. പക്ഷേ ഞാനിത് രഘുവങ്കളിനോട് പറയുന്നില്ല. രഘുവങ്കളിന്റെ കണ്ടീഷൻ വളരെ മോശം. എല്ലാ നേരവും മദ്യപിക്കും, പിച്ചും പേയും പറഞ്ഞോണ്ടേയിരിക്കും. ബോധം തെളിഞ്ഞാലും കരച്ചിൽ തന്നെയാ. പിന്നെ എങ്ങനെയാ അങ്കിൾ? മനസ്സിലായി മോളെ. സുജാതയെക്കുറിച്ചോ നിത്യയെക്കുറിച്ചോ നമുക്ക് കൃത്യമായൊരു തെളിവ് കിട്ടുന്നതുവരെ രഘുസാറിനോട് ഈ വിവരം പറയണ്ട. പക്ഷേ അങ്കിളും സുധീൻ ചിന്തിക്കുന്ന പോലെ ജീവൻ ഇപ്പോഴും നിത്യയുടെ അടുത്താണെങ്കിൽ നിങ്ങളെ കണ്ടതിന്റെ പേരിൽ അവനെന്തെങ്കിലും... അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. ഒന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. എങ്ങനെയെങ്കിലും ജീവനുള്ള സ്ഥലം കണ്ടെത്തി അവനെ പിന്തുടർന്ന് അവനെ കണ്ടുപിടിക്കാനേ നമുക്ക് സാധിക്കും. അതിനു മുമ്പ് എന്തു ചെയ്താലും അത് അബദ്ധമായിരിക്കും. അല്ല, രഘുസാർ എവിടെ? കിടന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും എഴുന്നേറ്റില്ല. പല നേരത്തും അങ്ങനെയാ. ചിലപ്പോൾ കുറേ നേരം ആ വീടിനകത്ത് പോയിരിക്കും, ഇരട്ടിൽ തനിച്ച്. ഞാൻ നിർബന്ധിച്ചാ വിളിച്ചോണ്ട് വരുന്നത്. ദൈവം കാക്കട്ടെ മോളെ. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാ
ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചു കൂട്ടുന്നത്. എന്നാൽ ഞാൻ മോളെ പിന്നെ വിളിക്കാം. ശരി. സുജാതാൻ്റെ നിത്യം എവിടെയായിരിക്കും? വലിയ ഒരുക്കമൊന്നും വേണ്ട. വരുന്നവരിങ്ങനെയൊക്കെ കണ്ടാ മതി. ഏതൊരുക്കായാലും നീ നല്ല സുന്ദരിയല്ലേ? വലിയ ഉത്സാഹത്തിലാണല്ലോ. ഇത് നടക്കുമെന്നാണോ കരുതിയിരിക്കുന്നത്? നടക്കും, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നത്. ശരവണ, அம்மா அவரு கிருத்தியமா இங்க வருமா? അതാ ഞാൻ പോയി റോഡിൽ വെയിറ്റ് பண்ணணுமா? അവര് വന്നോളൂ, അവർക്കറിയാവുന്ന ഇടവാ. അവര് വന്ന് ജ്യോതിയെ പിടിച്ചെന്ന് ചൊല്ലിയ കല്യാണം ഉടനെ നടത്തുമോ അമ്മ? അതിനല്ലേടാ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നേ. அப்பா இருக்கு, அண்ணன் இருக்கு. ஆனா அப்படி யாருக்குமே தெரியாத ஒரு கல்யாணம் இல்லையா? എല്ലാം അറിയാവുന്ന നീ തന്നെയാണോ ഇത് പറയുന്നത്? അയ്യോ അമ്മ, എന്നെങ്കിലും കണ്ടുമുട്ടിയ രഘുവേട്ടനോട് എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ഇതുകൂടി ആയിക്കോട്ടെ. അമ്മ അമ്മ വിഷമിക്കാതമ്മ. എന്നോട് മനസ്സിൽ ഒന്നും ഇരിക്കാതെ അതുതാൻ കേട്ടെ. ശരവണ, ഒരുപാട് ആലോചിക്കാൻ പാടില്ലടാ. കഴിഞ്ഞില്ല മോളെ ഇതുവരെ? കഴിഞ്ഞമ്മേ. അവളുടെ ഓരോരോ ചോദ്യങ്ങളും അതിന് മറുപടിയും പറഞ്ഞ നേരം പോന്ന. എന്ത് ചോദ്യങ്ങള്? വിവാഹം കഴിഞ്ഞു പോയ ആദിമോന്റെ കാര്യങ്ങള്. ആദ്യം നീ ഇപ്പൊ നോക്കാറുണ്ടോ? അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. അവന്റെ മനസ്സിലെ അമ്മ നിത്യയാണ്. ഞങ്ങൾക്ക് ജീവനുള്ളത് വരെ അവനെ ഞങ്ങൾ നോക്കിക്കോളാം. ജ്യോതി, ആദ്യയോട് നീ അകന്നു നിൽക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. തൽക്കാലം നീ ഇത് വിട്ടേക്ക് മോളെ. അമ്മ അവർ വന്നാച്ച്. സന്തോഷമായിട്ടിരിക്കണം.
മോളെ ജ്യോതി, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലേ നിത്യജി? വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അവരുടെ മുന്നിൽ ഫ്രഷ് ആയിട്ട് വേണം ചെന്ന് നിൽക്കാൻ. കേട്ടല്ലോ? ഇരിക്കൂ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല. നല്ല ഏരിയ. വീടും നല്ലതാ. വീട് നിങ്ങളുടെ സ്വന്തമാണോ? അല്ല, ഞങ്ങളിവിടെ വാടകയ്ക്കാ താമസം. അതെയോ? നമ്മൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മോന്റെ കാര്യത്തില് ഒരു ചെറിയ സംഭവം ഉണ്ടായി. അതെന്താ? ഞാൻ വർക്ക് ചെയ്യുന്നത് എഫ്സിയിലാണല്ലോ. ഒരു സ്ഥലം മാറ്റം. ദൂരെയൊന്നുമല്ല, കൊല്ലത്തേക്കാ. അടുത്ത മാസമാണ് എന്റെ ജോയിനിങ്. അപ്പൊ ഞാനൊരു തീരുമാനം പറഞ്ഞു. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ സ്ഥലം മാറ്റത്തിന് മുമ്പ് കല്യാണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പത്മ, എന്റെ മൂത്ത മോള്. അല്ല, മൂത്ത മോളെന്ന് പറയുമ്പോ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് അത് ജ്യോതി, ഇളയ കുട്ടിയാ. ഓ, ഇയാളെന്താ ചെയ്യുന്നത്? ടീച്ചറാ, വിദ്യാനികേതനെ. എങ്കിൽ പിന്നെ പെൺകുട്ടിയൊന്ന് കാണാം. വിളിച്ചോളൂ. ശരി, ചെല്ലുമോളെ. അല്ല, നിങ്ങൾ മുൻപ് ഈ നാട്ടിലായിരുന്നു അതോ വന്ന് താമസിക്കുന്നവരാണോ? ഞങ്ങള് കുറച്ച് ദൂരെയായിരുന്നു. ഇവിടെ വന്നിട്ടിപ്പോ കുറേയായി.